خلفهم ولا يحيطون بشيء من علمه إلا بما شاء ما لك رد طير قلبك بغربندا പാപഭാരങ്ങൾ തീർത്ത് കൽപകം റാഹ നൽകണ സയ്യിദി ലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ നമ്മൾ തായിഫിലെത്തിയിട്ടുണ്ട്. പച്ചപ്പുകൾ നിറഞ്ഞ സ്ഥലമാണ് തായിഫ്. ഒരാളിവിടെ എന്തൊക്കെ കൊള്ളി മരത്തിന്റെ പീസ് വിൽക്കുന്നുണ്ട്. അറാക്കുന്നതിന്റെ പേര് ബ്രസ്റ്റാണ്, ടൂത്ത് ബ്രസ്റ്റാണ്. 3 ദിർഹംസ് വന്നു അല്ല 3 റിയാല്. വരുവാനോട് അതിന് മലേഷ്യക്കാരൊക്കെ ഒറ്റ അച്ചിലിട്ട് വാർക്കുന്നത് അതുകൊണ്ട് അല്ലേ? കുറെ വയസ്സന്മാരൊക്കെ ഒരേ മതി. നമ്മളെ കേരളത്തിൽ നിന്ന് മലയാളികളെ കാണിച്ചാൽ ഡിസൈൻ ഒന്ന് വലിപ്പമുള്ള, ഒന്ന് വലിപ്പമില്ലാത്തത്, ഒന്ന് കറുത്തത്, ഒന്ന് വെളുത്തത്, ഒന്ന് തടിച്ചത്, ഒന്ന് തടിക്കാത്തത്. ഇന്തോനേഷ്യക്കാരൊക്കെ ഒരേ വലിപ്പം. തായിഫിൽ വന്ന നമ്മളെ ഊട്ടിയിൽ വന്ന മതി. നല്ല പച്ചപ്പും അത്യാവശ്യം തണുപ്പുണ്ട്. ഈ സമ്മറിലും തണുപ്പുണ്ട് നല്ലോണം. ആ ബസ് എടുക്കണ്ടോ? 20 ഉണ്ടോ? തായിഫിലെന്തിന്റെ പച്ച മരം കണ്ടു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഖബറ ഖബർ ഇതിന്റെ ബാക്കിലാണുള്ളത്. അവരുടെ പേരിലുള്ള ഒരു മൈക്ക് ഉള്ള ഒരു ബിൽഡിംഗ് അതാണ് വലിയ മക്തബ്. ധാരാളം തഫ്സീറിന്റെ കിതാബുകളുള്ള ലക്ഷക്കണക്കിന് റുപ്യേന്റെ വില ഉള്ള അവിടെ വലിയ എഴുതിയിട്ടുണ്ടാവും മക്തബിന്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുടെ പിന്നെ കിതാബുകളുടെ ഒക്കെ ശേഖരങ്ങൾ തഫ്സീറിന്റെ. ഇതാണ് പിന്നെ പള്ളിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര തൂണുള്ള പള്ളിയാണ്. ഈ പള്ളിന്റെ പ്രത്യേകത അറിഞ്ഞാല് മക്കത്തെ ഹറമിന്റെ മാതിരി, മദീനത്തെ ഹറമിന്റെ മാതിരി ഇവിടെ എപ്പോഴും 5 വക്തിലും നിസ്കരിക്കാൻ മയ്യത്തുണ്ടാവും. ജനാസ നിസ്കരിക്കാൻ ഈ പരിസരത്ത് നിന്നൊക്കെ ഹറമിലേക്ക് മയ്യത്ത് കൊണ്ടുപോകും പോലെ എല്ലാ ഭക്തരും ഇവിടെ ജമാഅത്തിന് മയ്യത്തുണ്ടാവും, ജനാസ ഉണ്ടാവും. അതിന്റെ പുറമെ തങ്ങൾ കുട്ടിയായ കാലത്ത്, നബിതങ്ങൾ കുട്ടിയായ കാലത്തല്ല, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ കുട്ടിയായ കാലത്ത് നബിതങ്ങൾ ശരീരത്തിനെ കൂട്ടിപ്പിടിച്ച് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ അഭിനന്ദിക്കുകയും ഉമ്മുൽ ഫളിൽ ലുബാബ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പം അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, പഠിച്ചോനെ ഈ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ള നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി അള്ളാഹു ഖുർആനിന്റെ സർവ്വ ഇൽമും കൊടുത്ത മഹാനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ചാരത്താണ് നമ്മൾ ഉള്ളത്. ഇവിടെയും ഞാൻ ഈ വെയിലത്ത് നിന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കല്ല. പത്തൂടോ നിന്റെ പേരെന്താ? ഇഷേ. എന്റെ പേരെന്താ? മൈരീബ. പാസ്പോർട്ട് എടുത്തോണ്ടിരുന്നാ പോവാ നമ്മള് നാട്ടിൽ പോവാ. മണി പോരെ, ഈ പാസ്പോർട്ട് വേണമെന്നില്ല. പെട്ടിയിലിടവാ, ചെറിയ പെട്ടിയിലിട്ടാളാം. പെട്ടി കിട്ടുമ്പോൾ ചെറിയ ഓട്ടത്തിൽ തന്നെ ശ്വാസം മുട്ടാൻ പോവാ. ഓൾക്ക് ഇവിടെ തന്നെ ഇഷ്ടം നോക്കും. ഇതിനുള്ളിൽ ഫുള്ളില്ല കേട്ടോ, കവറിന്റെ മേലെ വെച്ച തന്നെ അടിയില്ലേ തായിഫേരെ തട്ടിപ്പോ. കവറിന്റെ മേലെ വെച്ച് കണ്ട് വെക്കാം. ആഷാർ അറിയാൽ. Kemudian dengan akhlak Arabi ma Jawab jawab fardawai jawab bahadur bahadur tapi kamu തായിഫിന്റെ തെരുവോരങ്ങളിലൂടെ അവർ ജാഥ നടന്നു വരുന്നു. കേരള ഹജ്ജ് കമ്മിറ്റി. രാത്രികൾ നല്ല രസമുണ്ടാവും കേട്ടോ അല്ലേ? എന്തോ ഒരു ലൈറ്റ് അയച്ചിട്ടുണ്ട്.
പഴയ കാലത്തുള്ള ഉണ്ടെങ്കിൽ മരങ്ങൾ കല്ലായിട്ടുണ്ടാക്കിയ വീടുകൾ, ഷോപ്പുകൾ. ഇവിടെ രാത്രിയിലേക്കായിരുന്നു ഉഷാറായി വരും അല്ലേ. ഫുള്ള് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നാട്ടിൽ പിരിവിട്ടിട്ട് ഉമ്മർക്കാദ് ഉണ്ടാക്കിയ പള്ളി എന്ന് പറയുന്നത്. ഇത് നമ്മളെ നാട്ടിലെ പള്ളിയാണ്. ഇത് നമ്മളെ നാട്ടിലെ പള്ളിയല്ലേ. ഈ പള്ളി കണ്ടിട്ട് നമ്മളെ നാട്ടിലത്തെ പള്ളീനെ മാറില്ലേ, സെയിം ഹൈറ്റ് ഇല്ലാത്ത പള്ളി. കല്ല് നോക്കിയല്ലോ, വലത് ഭാഗത്ത് എന്ന് നോക്കിക്കോളെ. ഇവര് നിർത്തി തന്നെ വണ്ടി നിർത്തി തന്നിട്ടുണ്ട്. ഈ വലത് ഭാഗത്തിന്റെ പള്ളിതാ മസൂൽ കൊഴുത്. പള്ളി മസൂൽ കൊഴുത് റസൂലിന്റെ ഇന്ന് ആ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടുന്ന് കല്ലിങ്ങനെ ഉറച്ചിട്ടവര് ആളുകൾ ഇരിക്കാണ്ട് നിങ്ങള്. അവിടെ തന്നെ അതല്ലേ, ആ കല്ലാണ് റസൂല താഴെ ഇരിക്കുമ്പോ. തായിഫിലൊരു ഖബർസ്ഥാന് കാണാം. ഒരു മീസങ്ങല്ലും കൂടി നല്ല അത് ഇതാണ് ഖബർസ്ഥാന. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. എന്താ പില്ലർ പള്ളിയാ? ഫുള്ള് പില്ലറാണല്ലോ അല്ലേ, ഫുൾ പില്ലർ.